നാഗറാണി സീരിയലില് പക വീട്ടാനായിട്ട് നമ്മുടെ പൂർവി അഹാനയായിട്ട് ആര്യവന്റെ വീട്ടിനകത്ത് കയറി കൂടിയിരിക്കുകയാണ്. എന്റെ പൊന്നു മക്കളെ, ഇനി ടി വിയിൽ വരാനിരിക്കുന്ന എപ്പിസോഡുകൾ കെങ്കേമമാണ്. നാഗകന്യക, പൂർവി, അനന്ത, ഇതൊന്നും കൂടാതെ ഇപ്പൊ പുതിയ പേര് ആര്? അഹാന. അഹാനയായിട്ട് വീട്ടിൽ കയറിയിരിക്കുകയാണ്. വീട്ടുകാർ ഫുള്ള് ഷോക്കാണ് അഹാനയെ കണ്ടിട്ട്. പക്ഷെ ആർക്കും മനസ്സിലായിട്ടില്ല ഇത് പൂർവിയാണെന്ന്. കാരണം പണ്ട് പൂർവി മറ്റേ പല്ലൊക്കെ തള്ളി കണ്ണടയൊക്കെ വെച്ച് ആകെ മൊത്തം ഇരുണ്ട ഫേസും കൂട്ടുപിരിവും ഒക്കെ ആണല്ലോ. ഇത് ഫുൾ ഒരു മോഡേൺ ലേഡി ആയിട്ട്, മുഴുവൻ പല്ലും നല്ല അടിപൊളി മുടിയും ഒക്കെ പൊളി, വേറെ ലെവൽ, ഒരു ഭയങ്കര സൗന്ദര്യത്തോടു കൂടിയാണ് ആ വീട്ടിനകത്ത് കയറി കൂടിയിരിക്കുന്നത്. ആർക്കും ഇത് പൂർവിയാണെന്നൊരു സംശയം പോലും ഇല്ല. അതെ, നാഗറാണി സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഇന്നത്തെ മെയ് 26, 27, 28 എപ്പിസോഡ് എന്താണെന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ എക്സ്പ്ലനേഷൻസും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലെ കുറച്ച് ബാക്കി പറയാനുണ്ട്. ടി വിയിൽ അത് വന്നോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ എരുൾ, അതായത് ഈ പരമീതിൻ്റെയും കൂട്ടരുടെയും തലവനായിട്ടുള്ള എരുൾ പറയാണ് 10 ദിവസം സമയം തരും, അതിന് മുന്നേ നാഗമാണിക്യം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ കപ്പലിൽ കയറി പോകുന്നു. അപ്പോൾ ബൽജീത്ത് പറയാണ് നാഗമാണിക്യം നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ കണ്ടല്ലോ 30 വർഷം കൂടുന്ന വേലക്കാരനെയാണ് അയാൾ ആ മുതലേക്ക് എറിഞ്ഞു കൊടുത്തത്. അപ്പൊ നമ്മളെ നാളെ അതുപോലെ എറിയുമെന്ന് ഒരു സംശയവും വേണ്ട. പരമീത്ത് പറയണ 10 ദിവസമാണ് നമുക്ക് ജീവിക്കാൻ സമയമുള്ളത്. നാഗമാണിക്യം ഉള്ളിടത്ത് മഹാനാശം സംഭവിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കണം എന്ന് പറയാണ്. ആര്യമൻ ഇതേ സമയം ആര്യമന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിരുന്ന നമ്മുടെ രാധികയുടെ വീട്ടിന്റെ പുറത്ത് കാറിൽ വന്ന് കാറിനകത്തിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ വീട്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫ്ലാഷ് ബാക്കിൽ കല്യാണ ദിവസം രാത്രി ആര്യമൻ പോവല്ലേ, നീ എന്നെ വിട്ട് പോവല്ലേ, സോറി ആര്യമൻ എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് പോകുന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കണം. അപ്പൊ ആ പെണ്ണ് ആരാണെന്ന് കാണിക്കുന്നില്ല, ബാക്ക് വ്യൂ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ആര്യവന്റെ ഫോണിലേക്ക് പരമീത് വിളിക്കുന്നു. ഒരു കാര്യം അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പൊ നാളെ പറയാച്ച പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ പറയണമെന്ന് പറയാണ്. പിന്നീട് നേരെ സൂര്യ വീട്ടിലാണ്. നമ്മുടെ പരമീതിന്റെ റൂമിലോട്ട് ആര്യവൻ വരുന്നു. അപ്പൊ പരമീത് പറയണം, നിന്റെ സോഴ്സ് വെച്ച് ന്യൂസ് കണ്ടുപിടിക്കുന്നത് വെച്ച് നാഗമാണിക്യം എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നാഗമാണിക്കോ? അപ്പൊ എന്തിനു നാഗമാണിക്യം എന്ന് ആര്യവൻ ചോദിക്കണം. അത് നാഗങ്ങൾക്കും നാഗകന്യകമാർക്കും അമൂല്യമായ ഒരു സ്വത്താണ് ഈ നാഗമാണിക്യം. അത് പണ്ട് കാലിയാനാഗത്തിന്റെ തലയിലുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പം ആ രത്നം എവിടെയോ ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. ആ രത്നം കെട്ടിക്കഴിഞ്ഞാൽ അസുഖം പൂർണ്ണമായും ഭേദമാകും, മരിച്ചവർ ജീവിക്കും. അങ്ങനെ അമൂല്യമായിട്ടൊരു കല്ലാണിത്. അതിപ്പോ എന്തിനാ നമ്മൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ആരംഭം ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പരമീത് പറയാണ്, നമുക്ക് TRP കൂടും, നമ്പർ 1 ആവും നമ്മുടെ ചാനൽ, അതിന് വേണ്ടിയിട്ടാണ്, റേറ്റിംഗ് കിട്ടും. അപ്പൊ ആരംഭം പറയാണ്, നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്പർ 1 അല്ലേ അച്ഛാ, പിന്നെ എന്തിനാ അത്? അപ്പോഴത്തേക്കും നീ അച്ഛന് വേണ്ടി ഇത് കണ്ടുപിടിക്കുക, അച്ഛൻ പറയുന്നത് കേൾക്ക്, നീ എനിക്ക് വേണ്ടി കണ്ടുപിടിക്കും പ്ലീസ്. ശരി അച്ഛാ, ഞാൻ അച്ഛന് വേണ്ടി കണ്ടുപിടിക്കാം എന്ന് പറയാണ്. എന്നിട്ട് ആര്യവൻ ഇതിന്റെ കണ്ടുപിടുത്തം നടക്കുന്നു. ആര്യവന്റെ റൂമിൽ റോമ ഫയലും കൊണ്ട് വരണത്. ഇതാണ് നീ ചോദിച്ച സാധനം. അട്ടാരി എന്ന് പറയുന്ന സ്ഥലത്ത് ആരൊക്കെയോ ഈ കല്ല് നേരിട്ട് കണ്ടെന്ന് പറയുന്നുണ്ട്. ഏതോ ഒരു മൈൻസിൽ, അതായത് നമ്മുടെ ഖനനം നടത്തുന്ന ഏരിയയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടവരുടെ തന്നെ കാഴ്ച അടിച്ചു പോയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആര്യവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വിക്രം, അതായത് ആര്യവന്റെ സുഹൃത്തായ വിക്രം, പിങ്കിക്ക് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന വിക്രത്തിന്റെ ഫോൺ വിളിക്കുകയാണ്. പക്ഷെ ഇവൻ എന്താ ഫോൺ എടുക്കാത്തത് എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും റോമ ചോദിക്കണം, അല്ല നീ പിങ്കിയും അവനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച മട്ട തന്നെയാണോ ആര്യമ? അപ്പൊ ആര്യവൻ പറയാണ്, എനിക്ക് അവനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം അവനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം അവൻ എൻ്റെ അളിയനാവുന്നതാണല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അന്ന് നീ ഇതെല്ലാം അവനെ കൊണ്ട് മനഃപൂർവ്വം സമ്മതിപ്പിച്ചതല്ലേ എന്ന് റോമ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. രാധികയായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം ആര്യവൻ വീട്ടിൽ ഇരുന്ന് തകർത്ത് കുടിയാണ്. അപ്പൊ ആ വിക്രം അങ്ങോട്ട് വന്നിട്ട്, നീ എന്താ ആര്യവൻ ഇങ്ങനെ നിർത്ത്, നിന്റെ കരളടിച്ചു പോകും, കരളല്ലേ പോട്ടെ, ഞാൻ മരിക്കട്ടെ, എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആര്യവൻ വീണ്ടും കുടിക്കുന്ന ഫ്ലാഷ് ബാക്ക്. അപ്പൊ വിക്രം പറയണം, നീ പഴയതുപോലെ ഹാപ്പി ആവണം. ഞാൻ ഹാപ്പി ആവണമെങ്കിൽ നീയും പിങ്കിയും കൂടെ സെറ്റിൽ ആവും, എന്നാ ഞാൻ ഹാപ്പി ആവാം. ഞാനും പിങ്കിയും കൂടെ സെറ്റിൽ ആവാനോ? അതെ, പിങ്കിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസം ഉള്ളൂ, കല്യാണത്തിലുള്ള വിശ്വാസം എനിക്ക് തകർന്നു, നിന്നിലുള്ള വിശ്വാസം മാത്രമേ എനിക്കുള്ളൂ, അതുകൊണ്ട് നീ എന്നെ പിങ്കിക്ക് ഒരു ജീവിതം കൊടുക്കണം, പിങ്കിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയുകയാണ്. നിനക്ക് പറ്റുമോ? അതിപ്പോ ഇങ്ങനെ ചോദിച്ച് ഞാൻ പറ്റുമോ ഇല്ല, എനിക്കിപ്പോൾ അത് പറയില്ലെങ്കിൽ ഞാൻ കുടിച്ച് ചാവും എന്ന് ആര്യവൻ പറയുകയാണ്. അങ്ങനെ വിക്രം ഓക്കെ ഫൈൻ, ഞാൻ സമ്മതിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആര്യവൻ വിക്രത്തിനെയും പിങ്കിയും കൂടെ കെട്ടിപ്പിടിക്കുന്ന ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അപ്പൊ റോമ പറയാണ്, നീ അന്ന് അങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ അതൊക്കെ അവന്റെ നിവർത്തികളുണ്ടോ, അവൻ സമ്മതിച്ചതാണെങ്കിലോ, അവനൊരു പക്ഷേ ഇതിൽ ഇഷ്ടമല്ലാത്തതാണെങ്കിലോ, നീ ഒന്ന് പോടി, അവൻ അങ്ങനെയൊന്നുമില്ല, അവന് ഇഷ്ടം തന്നെയാണ്, അവന് പിങ്കിയും അവനുമായിട്ട് 1 ഇയർ ആയിട്ട് റിലേഷൻഷിപ്പിലാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ റോമ പറയാണ്, കൂട്ടി ഇണക്കാൻ നോക്കിക്കഴിഞ്ഞാലും ചില ബന്ധങ്ങൾ അങ്ങനെ സേഫ് ആവണം എന്നില്ല ആര്യമ, അത് മനസ്സിലാക്കണം. അപ്പൊ ആരോ പറയാണ്
പിങ്കിയും വിക്രവും സെറ്റ് ആവും, നീ അതിൽ കയറി കൂടുതൽ ഇടപെടാനൊന്നും വരണ്ട, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, വിക്രമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പറഞ്ഞ കേട്ടല്ലോ, കൂടുതൽ നീ തലയിടണ്ട എന്ന് പറഞ്ഞ് റോമയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പോവാണ്. ഇതുവരെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. ഇതിന്റെ ബാക്കി ഞാൻ പറയുവാണ്. പമ്മിയും പിങ്കിയും കൂടി താഴത്തെ നിലയിൽ നിന്ന് സംസാരിക്കുകയാണ്. പമ്മി പറയാണ്, മോളെ വിക്രം ഇന്ന് വന്ന ഉടനെ തന്നെ എൻഗേജ്മെന്റ് ഉടനെ ഇടപെടാന്ന് നടത്തണോ? കാരണം അവൻ വന്നവനെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയമെങ്കിലും കൊടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആര്യവൻ അങ്ങോട്ട്, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും കരൺ പറയാണ്, എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഇപ്പൊ വിക്രം പൂക്കൾ വാങ്ങിക്കുമായിരിക്കും എന്നിങ്ങനെ പറയാണ്. ഇതേ സമയം വിക്രം ഒരു പൂക്കച്ചവടക്കാരൻ്റെ ഒരു വലിയ ബൊക്ക വാങ്ങിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് അപ്പൊ ആര്യവൻ പറയാണ്, പൂക്കൾ മാത്രമാണോ അതോ ഇനി മോതിരവും വാങ്ങിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും വിക്രം ഒരു കടയിൽ നിന്ന് മോതിരം വാങ്ങിക്കുന്നതും കാണിക്കുന്നുണ്ട്. എൻഗേജ്മെന്റിന്റെ റിങ് വാങ്ങിക്കുന്നത്. അപ്പൊ പിങ്കി പറയണം, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു എൻഗേജ്മെന്റിന്റെ കാര്യം? നമ്മളാരും പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വെച്ച് മനസ്സിലാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്നുള്ളത് കറക്റ്റായിട്ട്. ശരിയാ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ പറയുന്ന വിക്രമിന്റെ അച്ഛനായ ഋഷഭ്, ബോളിവുഡ് താരമായ ഋഷഭും ഭാര്യ ശ്രീതളും അവിടെ ഉണ്ട്. അപ്പൊ ഭാര്യ ചോദിക്കണം, എന്തിനാണ് ഇത്ര പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്തുന്നത്, അതിന്റെ വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഗസ്റ്റുകളൊന്നും തന്നെ പ്രോപ്പറായിട്ട് ഇവിടെ എത്തിയിട്ട് പോലുമില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ? അപ്പൊ ഋഷഭ് പറയാണ്, ഞാൻ അവൻ്റെ അടുത്ത് ഈ കാര്യമൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അവൻ അറിയാം ഈ എൻഗേജ്മെന്റിന്റെ കാര്യം, നീ അധികം കൂടുതൽ ഇതിലൊന്നും ഇടപെടേണ്ട എന്നൊക്കെ പറയാണ്. അപ്പൊ ഋഷഭ് ബോളിവുഡ് താരം ആയതുകൊണ്ട് തന്നെ ആൾക്കാരെന്ത് ചെയ്യുന്നു, അങ്ങോട്ട് വന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ. അപ്പം നീ എന്നെ കൂടെ ടെൻഷൻ അടുപ്പിക്കല്ലേ ശ്രീതൾ, നീ നിന്റെ കാര്യം നോക്കാം, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അവനെല്ലാം അറിയാം എന്നൊക്കെ പറയാണ്. പിന്നീട് ഋഷഭ് ആര്യവനെ കാണുമ്പോൾ ചോദിക്കാൻ, ആര്യവ നിന്നെ വിക്രം വിളിച്ചോ? ഇന്നലെ വരെ എന്നെ വിളിച്ചതാ, ഇന്ന് രാവിലെ മുതൽ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എവിടെയാണോ എന്തോ എന്നിങ്ങനെ ആര്യവൻ പറയാണ്. പിന്നീട് ആര്യവൻ നേരെ പരമീതിന്റെ റൂമിലേക്ക് പോയിട്ട് പറയാണ്, ഈ പറയുന്ന അച്ഛൻ്റെ അടുത്ത് ചോദിച്ചൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഖനനം നടന്നിരുന്നു ഇവിടെ കുറച്ച് അട്ടാരിയിലുള്ള ഒരു മല മുകളിൽ ഖനനം നടന്നപ്പോഴത്തേക്കും അവിടെ കുഴിച്ചപ്പോഴത്തേക്കും 4 ദിവസം മുന്നേ ആരൊക്കെയോ ഈ പറയുന്ന നാഗമാണിക്യം കണ്ട് അവരുടെ കണ്ണടിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സൂര്യന്റെ ശക്തി പോലെ പ്രകാശം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് ആര്യവൻ. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയും കാണിച്ചു കൊടുക്കുകയാണ് പരമീതിന്. അതായത് കണ്ണിന്റെ കാഴ്ച പോയ ഒരാളിങ്ങനെ പറയണം, അയ്യോ അവിടെ ഒരു വലിയ വെട്ടം ഉണ്ടായിരുന്നു, നാഗമാണിക്യം നമ്മുടെ കണ്ണ് തന്നെ അടിച്ചു പോയി എന്ന് കണ്ണിന്റെ കാഴ്ച പോയ ഒരാൾ പറയുന്നൊരു വീഡിയോ. അപ്പൊ അട്ടാരി മലമുകളിലാണ് ഇത് ഉള്ളതെന്ന് ഈ ആര്യവൻ ഇയാളടുത്ത് പറയുകയാണ്. എന്നിട്ട് പരമീത് പറയാണ്, ആ മൈൻസ് ആരുടേതാണെന്ന് കണ്ടെത്തണം എന്നിങ്ങനെ പറയുമ്പോൾ, എന്തിനാ വെച്ചാൽ അത് നാഗമാണിക്യം എടുക്കാൻ എന്നിങ്ങനെ ബൽജിത്ത് പറയാണ്. നാഗമാണിക്യം എടുക്കാൻ അല്ലല്ല അതിന്റെ ന്യൂസ് എടുക്കാൻ എന്നിങ്ങനെ പരമീത് പറഞ്ഞിട്ട് ആര്യവനെ കെട്ടിപ്പിടിക്കുകയാണ്. താങ്ക് യു മോനെ, എന്തും ഞാൻ അച്ഛന് വേണ്ടി ചെയ്യുവച്ചാ എന്ന് പറഞ്ഞിട്ട് ആര്യവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ബൽജിത്ത് പറയാണ്, ആ മൈൻസ് അഹാന ധവാൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അയാളാണ് ഈ മൈൻസിന്റെ ഓണർ, ഈ ഖനനം നടത്തുന്ന ഖനിയുടെ ഓണർ അഹാന ധവാനാണ്. അപ്പൊ പരമീത് പറയാണ്, 10 ദിവസത്തിനുള്ളിൽ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക അഹാനയായിട്ട്, നമുക്ക് അത് ഇത്രയും വേഗം കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പോകും, നമുക്ക് നാഗമാണിക്ക് എന്ത് വില പേശിയാലും അവരുടെ നിന്ന് വാങ്ങിക്കണം എന്നിങ്ങനെ പറയാണ്. ഇതേ സമയം പിങ്കി ഫോൺ വിളിക്കുകയാണ്, വിക്രമിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, കിട്ടുന്നില്ല. അപ്പൊ ആരോ വന്നിട്ട് നീ ഒന്ന് സമാധാനിക്കാവോ, അപ്പൊ വരും എന്നിങ്ങനെ പറയാണ്. അപ്പൊ കാറിന്റെ ശബ്ദം കേൾക്കുന്നു, വിക്രം വരുന്നു, ബൊക്കയും കൊണ്ടാണ് വരുന്നത്. വന്ന ഉടനെ തന്നെ വിക്രത്തിന്റെ അച്ഛൻ ഋഷഭിനെ കെട്ടിപ്പിടിക്കുന്നു, അമ്മ ശ്രീധരനെ കെട്ടിപ്പിടിക്കുന്നു, ആര്യവനെ കെട്ടിപ്പിടിക്കുന്നു. എന്താണ് ലേറ്റ് ആയതെന്നൊക്കെയുള്ള സ്ഥിരം സംസാരം. എന്താ എല്ലാവരും വളരെ ഹാപ്പി ആണല്ലോ? അതെ ഞാൻ വന്ന ദിവസം എന്തായാലും നന്നായിട്ടുണ്ട്. പിങ്കി ഓടി വരുന്നു, എടി നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, എന്താ ഇവിടെ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ശീതൾ പറയണ, എല്ലാത്തിനും കാരണം നീയാണ് മോനെ. ഞാനോ? അപ്പോഴാണ് ഋഷഭ് പറയുന്നത്, ഒരു പുതിയ ബന്ധം ഇന്നു മുതൽ ഉണ്ടാവാൻ പോവാണ്. മന്ത്രി ആയിട്ടുള്ള നമ്മുടെ സമീറും പരമീതും ബന്ധുക്കളായതുപോലെ, അതായത് മന്ത്രിയുടെ മോളെ നമ്മുടെ പരമീതിന്റെ അനിയന്റെ മോൻ കെട്ടിയതുപോലെ തന്നെ എൻ്റെ മോനും പരമീതിന്റെ മകളുമായിട്ടുള്ള കല്യാണം നടക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ എൻഗേജ്മെന്റ് ആണെന്ന് പിങ്കിയും വിക്രം ഒന്ന് എൻഗേജ്മെന്റ് നടക്കാൻ പോവാണെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും വിക്രം, വാട്ട് അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ അച്ഛനോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിങ്ങനെ വിക്രം ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പിങ്കി, എൻ്റെ പൊന്ന് വിക്രം നിർത്ത്, നിന്റെ ഓവർ ആക്ടിങ് ഒന്നും വേണ്ട, നീ എനിക്ക് റിങ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വരെ എനിക്കറിയാം, എവിടെ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിന്റെ പോക്കറ്റിലൊക്കെ റിങ് തപ്പാണ് ആര്, പിങ്കി. അപ്പോഴത്തേക്കും വിവാഹമോതിരം, അതായത് എൻഗേജ്മെന്റ് ഇടാൻ വേണ്ടി വിക്രം മേടിച്ച മോതിരം കിട്ടുന്നുണ്ട്. ആർക്ക്? പിങ്കിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിങ്കി, ഐ ലവ് യുടാ, നീ ഇതൊക്കെ എനിക്ക് വേണ്ടി വാങ്ങിച്ചല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയണം, എനിക്ക് നിന്നെ അല്ല പിങ്കി ഇഷ്ടം, എനിക്ക് വേറൊരാളെയാണ് ഇഷ്ടം എന്നിങ്ങനെ പറയുന്നപ്പോൾ പിങ്കി കരച്ചിലോടെ ഇങ്ങനെ മാറുന്നുണ്ട്. ആര്യവൻ വന്ന് കാരണം പോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് വിക്രത്തിനെ. അപ്പോൾ ആര്യവൻ, എന്തിനാണ് എൻ്റെ പെങ്ങളെ നീ ചീറ്റ് ചെയ്തത്, 1 വർഷമായിട്ട് നിങ്ങൾ തമ്മിൽ റിലേഷൻ ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ച് ആര്യവൻ അങ്ങോട്ട് കട്ടക്കലിപ്പ് അടിച്ച് പൊട്ടിക്കുകയാണ്. പിങ്കി കരഞ്ഞുകൊണ്ട് ടീനേരുടെ അടുത്ത് പോകുന്നു, റോമയുടെ അടുത്ത് പോകുന്നു, അവരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ വിക്രം പറഞ്ഞു, എനിക്കൊരാളെ ഇഷ്ടമാണ്, നീ രാധികയെ ഒരാഴ്ച കൊണ്ടല്ലേ പ്രപ്പോസ് ചെയ്തത്, എനിക്കതുപോലെ ഒരാളത്ത് സ്നേഹം തോന്നി, ഞാൻ ആ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് വന്നത്. പിന്നെ ഇവളുടെ അടുത്ത്
ഇവളുടെ അടുത്ത് ഞാൻ പറഞ്ഞ് ഒരു വർഷമായിട്ട് ഞാൻ ഇവരുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിമി മാറാൻ നോക്കി, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇവളെ കേൾക്കുന്നില്ല ഒരു കാര്യത്തിലും എന്നിങ്ങനെ വിക്രം പറയുകയാണ്. അപ്പൊ ആരും പറഞ്ഞു, ആരാടാ നിന്നെ വളയ്ക്കാൻ നോക്കിയ പെണ്ണ്, ആരാടാ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കുകയാണ്. അവൾ എന്തായാലും നിന്റെ പണം തട്ടാൻ വേണ്ടി വന്ന ആരെങ്കിലും ആയിരിക്കും, ഉറപ്പാണ്, വേറെ യാതൊരുവിധ സംശയവും ഇല്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴാണ് ബാക്കി കാണിക്കുന്നത്, ആ സൂര്യ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കാറിൽ ഒരു പെൺകുട്ടി വരെയാണ്. മുഖം കാണിക്കുന്നില്ല, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ണ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു കറുത്ത മോഡേൺ ഡ്രസ്സിൽ ആ വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ വേലക്കാരൻ, ഇതാരിത്, ഒരു വില കൂടിയ ഒരു ഹാൻഡ് ബാഗ് ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. നേരെ അപ്പൊ രവീഷ് കാണുകയാണ് ഈ പെൺകുട്ടിയെ. OMG, ഇതാരാ ഇത് എന്നിങ്ങനെ, ഒരു അടിപൊളി ചരക്കാണല്ലോ എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുവാണ് എല്ലാവരും നോക്കിയിട്ട്. അപ്പൊ ആ പെണ്ണിങ്ങനെ നടന്ന് നേരെ വിക്രത്തിന്റെ അടുത്ത് വരുവാണ്. വിക്രത്തിന്റെ അടുത്ത് വന്നിട്ട് വിക്രത്തിന് ഇങ്ങനെ കൈ കൊടുക്കുന്നു. അപ്പൊ വിക്രം ഇങ്ങനെ പിടിച്ചെഴുന്നേപ്പിക്കുമ്പോഴത്തേക്കും, സോറി ബേബി, ഞാൻ വരാൻ ലേറ്റ് ആയിപ്പോയി ബേബി എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ഇത് ആരാ ഇത് എന്നിങ്ങനെ ആരംഭം ചോദിക്കുമ്പോൾ, ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കുമാണ് ഈ പെൺകുട്ടി തിരിയുന്നത്, എല്ലാവർക്കും മുഖം കൊടുക്കുന്നത് നമ്മുടെ പൂർവി. അതെ, പൂർവി അടിപൊളി മോഡേൺ ലുക്കില്, വേറെ ലെവൽ ലുക്കില് ഹലോ എവ്രി വൺ എന്നിങ്ങനെ പറയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി ഞെട്ടുന്നു. പക്ഷെ ആർക്കും മനസ്സിലാവുന്നില്ല പൂർവിയാണെന്ന്. കാരണം പൂർവി കണ്ണടയൊക്കെ വെച്ച് കൂട്ടുപിരികവും ഭയങ്കര കറുത്ത് ഇരുണ്ട്, പൂർവിയുടെ നിറം അങ്ങനെയാണല്ലോ, പല്ലൊക്കെ തള്ളി, 2 പല്ലല്ലേ ഉള്ളൂ. അപ്പം വേറൊരു മുടിയൊക്കെ ഇങ്ങനെ പിന്നിക്കെട്ടി അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ ഇത് അനന്ത അല്ല, ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പൂർവ്വി ഇരിക്കുന്നത് എങ്ങനെയാണ്, അതായത് നാഗകന്യക ആയതിനു ശേഷം അനന്തയുടെ ലുക്ക് എങ്ങനെയാണ്, മൊത്തത്തിൽ നല്ല വെളുത്ത സുന്ദരിയായി, കറുത്ത നിറം മാറി വെളുത്ത നിറം, ഇരുണ്ടത് മാറി ബ്രൈറ്റ് ആയത്, പല്ലെല്ലാം നേരെയായി, കണ്ണിന്റെ കാഴ്ച ശരിയായി, പുരുകം എല്ലാം സെറ്റായി, അങ്ങനെയാണല്ലോ. അപ്പോഴത്തേക്കും ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ വിക്രം പറയാണ്, ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെന്ന്. അപ്പോൾ ഇവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറയണം. അപ്പോൾ ഋഷഭ് പറയണം, ഇവൾ ഏത് വഴി കിടക്കുന്നവളാണ്, ഇവക്ക് പണം തട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, നീ ഒരു പണക്കാരനായ എടി, നിന്റെ വില പറ, നിനക്ക് 5 ലക്ഷം വേണോ ഒഴിഞ്ഞു പോകാൻ, 10 ലക്ഷം വേണോ, ചിലപ്പോൾ 50 ലക്ഷം വേണ്ടി വരുമായിരിക്കും. അപ്പോൾ സമീർ പറയാണ്, ഇല്ല, ഇവർക്ക് കോടികളായിരിക്കും വേണ്ടത്, എന്നാലേ ഇവൾ ഒഴിഞ്ഞു പോകത്തുള്ളൂ. അപ്പോൾ പരമീത് പറയാണ്, ഇവരുടെ നിന്ന് കൊള്ളകൾ ഈ വീട്ടിനകത്ത് നടക്കത്തില്ല, നിന്റെയൊക്കെ കൊള്ളകളൊക്കെ വീട്ടിന്റെ വെളിയിലായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും വീണ്ടും, എടാ നീ എൻ്റെ പെങ്ങളെ ചതിച്ചുവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആര്യവൻ എന്ത് ചെയ്യാണ്, വിക്രത്തിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന പൂർവി തടുക്കുകയാണ്. കൈ തടുക്കുന്ന ഒരു സീനുണ്ട് മോനെ. എന്നിട്ട് പൂർവി എന്ത് ചെയ്യാണ്, ആര്യവൻ ഇങ്ങനെ നോക്കുവാണ്. നോക്കിയിട്ട് തന്നെ മുകളിലത്തെ നിലയിൽ നിന്നും താഴത്തെ നിലയിലോട്ട് തള്ളിയിട്ടല്ലോ ഈ ആര്യവൻ. ആ കാര്യം ആലോചിക്കുകയാണ്, കൊന്ന കാര്യം ആലോചിക്കുകയാണ് ഈ പറയുന്ന പൂർവി. എന്നിട്ട് ആര്യവൻ പറയണം, എൻ്റെ കൈ വിട് എന്ന് പറയുമ്പോഴത്തേക്കും പൂർവി ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് പൂർവി പറയാണ്, ഞാൻ പോകുന്നു ബേബി, ഇവിടെ ഞാൻ വന്ന സമയം ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും വിക്രം പറയാണ്, പോവല്ലേ എന്നിങ്ങനെ പറയാണ്. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ പൂർവി ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. ഇതേ സമയം ബൽജീത്തിന്റെ ഫോണിലോട്ട് മറ്റേ അഹാന ധവാന്റെ ഫോട്ടോ വരികയാണ്. അങ്ങനെ ബൽജീത്ത്, പരമീത്, ഋഷഭ്, സമീർ ഇവർ 4 പേരോട് മാറി എന്നിട്ട്, ഈ ഫോട്ടോ എന്താ ലോഡ് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ അഹാന ധവാന്റെ ഫോട്ടോ ലോഡ് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ലോഡായി വരുമ്പോഴുണ്ട് അഹാന ആരാണ്, ഇപ്പൊ വന്ന പെണ്ണ് നമ്മുടെ പൂർവിയുടെ ഫോട്ടോയാണ് ലോഡായി വരുന്നത് അഹാനയായിട്ട്. അയ്യോ, ഇതിനർത്ഥം ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് അഹാന ധവാനാണോ, അതായത് ഇവളുടെ കയ്യിലാണോ ആ മൈന്, ഇവളുടെ കയ്യിലാണോ നാഗമാണിക്യം ഉള്ളത്. അപ്പൊ നമുക്ക് ഇവളെ തിരിച്ച് വിളിച്ചോണ്ട് വരണം, ഇല്ലെങ്കിൽ നമ്മളെല്ലാരെയും ആ ഏരുള്ള കൊല്ലും, നമുക്ക് ഇവളെ സോറി പറഞ്ഞ് വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് 4 പേരും കൂടെ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി വരികയാണ്. അവളെ വായി തോന്നുന്നത് മുഴുവൻ വിളിച്ചുവരെ പറഞ്ഞിട്ട് അവളെ തിരിച്ച് കാറി കയറാൻ പോകുമ്പോൾ പോയിട്ട്, അയ്യോ നിങ്ങൾ ആ മൈൻസ് ഉള്ള അഹാന ധവാനല്ലേ, നമ്മൾ അങ്ങനെ അറിഞ്ഞില്ല, അയ്യോ നമ്മൾ അറിയാതെ പറഞ്ഞു പോയതാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ തമ്മിൽ നമ്മൾ പിരിക്കത്തില്ല, വരണം നമ്മൾ വീട്ടിലോട്ട് വരണം, നമുക്ക് തെറ്റ് പറ്റിപ്പോയി വരണം എന്ന് പറഞ്ഞുകൊണ്ട് അഹാനയെ വീണ്ടും വിളിച്ചുകൊണ്ട് വീട്ടിനകത്തോട്ട് വരണം. ഇതാണ് അഹാന എന്നാണ് ഇനി പുതിയ പേര്. അപ്പോഴത്തേക്കും പരമീത് പറയണ, പമ്മി ഡിംപിൾ ആരതി തട്ടം കൊണ്ടുവാ, ഈ സ്നേഹിക്കുന്നവരെ തമ്മിൽ ഞാൻ പിരിക്കത്തില്ല, വാ. അപ്പൊ ഡിംപിളും പമ്മിയും കൂടെ, ഇയാൾക്കെന്താ വട്ടായോമാർക്കൊക്കെ 4 വട്ടാണെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയാം. അപ്പൊ മോളെ, നമ്മുടെ കൂടെ മോള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കില്ലേ, മോൾ ഇനി ഇവിടെയാണ് നിൽക്കേണ്ടത് കേട്ടോ, നമ്മുടെ വിക്രത്തിനെ മോക്ക് ഇഷ്ടമാണല്ലോ, അപ്പൊ നിങ്ങളെ കല്യാണം നമ്മൾ നടത്തി തരിക എന്നൊക്കെ ഇങ്ങനെ അവർ 4 പേരും പറയുകയാണ്. അപ്പൊ അഹാന, എനിക്ക് ശ്വാസം മുട്ടുന്നു, ഈ വീട്ടിലിങ്ങനെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ പരമീത്, ഒരു 2-3 ദിവസമെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുമ്പോളെ, 2-3 ദിവസമാണെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ആര്യമൻ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് വെച്ചാൽ എന്താ? അപ്പൊ പരമീത് പറയാണ്, പിങ്കി വിക്രത്തിന് കെട്ടിച്ചു കൊടുത്തിട്ട് എന്തിനാ, വിക്രത്തിന് ഇഷ്ടമല്ലല്ലോ, നമ്മൾ കെട്ടിച്ചു കൊടുത്തിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടാവാനാണോ കെട്ടിച്ചു കൊടുക്കുന്നത്, വേണ്ട, അവളുടെ ജീവൻ താർക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഇവർ തമ്മിലാണ് ഇഷ്ടപ്പെടുന്നത്, ഇവരെ തമ്മിൽ നമുക്ക് കെട്ടിക്കാം എന്ന് പരമീത് പറയണം. എന്തിനാ, നാഗമാണിക്യം അടിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ പമ്മി കൊണ്ടൊന്ന് ഇങ്ങനെ ആരതി ഒഴിയാണ്. ആർക്ക്? നമ്മുടെ അഹാനയ്ക്ക്. അപ്പൊ അഹാന ഇങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ അമ്മയുടെ വയറ്റിൽ ഇങ്ങനെ കത്തി കുത്തി കയറ്റി കൊന്ന സീന് ആരാലോചിക്കുന്നു? അഹാന ആലോചിക്കുന്നു. എന്നിട്ട് അഹാനെ ആനയിച്ച് വീട്ടിനകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുവാണ് നമ്മുടെ സൂരി ഫാമിലി. പിങ്കി ഒരറ്റത്തൂടെ മാറി ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്
ഇന്ന് നാളെ കിടന്ന് വരാൻ പോകുന്ന എപ്പിസോഡിന് അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി വേറെ ലെവലാണ് മക്കളെ, വേറെ ലെവൽ. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.